ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അവസ്ഥ, ഈ ഒരു അവസ്ഥയിൽ എന്താണ് നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജ് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്, എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്. നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. അതായത് എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ കർമ്മ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നു എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് വേദനകൾ, അതായത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഒരുപാട് വേദനകളിലൂടെ പോയ വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, കാലചക്രം തിരിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ഗുഡ് കർമ്മയുടെ ആ ഒരു റിസൾട്ട് അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജ് എന്താണെന്നുള്ളത്. 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത്രയും കാലം നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികളായിരുന്നുവെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലോട്ട്, നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫിൽ സമാധാനം, സന്തോഷം, ഒരു ബ്ലെസ്സിങ്സ്, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ ലഭിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇത്രയും കാലം നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും നേരിട്ടിരുന്നുവെങ്കിൽ ഇനി അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജ് എന്താണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്രയും കാലം ഇത്രയും കാലം നിങ്ങൾ തീരുമാനമെടുത്തത് നിങ്ങളുടെ ഹൃദയം കൊണ്ടാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരോട് വളരെയധികം, അതായത് പെട്ടെന്ന് മറ്റുള്ളവർ ഒന്ന് കരഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സലിയുകയും അവർക്ക് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അതിലൂടെ ചില തരത്തിലുള്ള അബദ്ധങ്ങൾ കിട്ടിയ ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി അത് നേരെ തിരിച്ചാകാൻ പോകുന്നു. അതായത് ഇനി നിങ്ങൾ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ആ ഒരു ബുദ്ധി കൊണ്ട് നിങ്ങൾ ഇനി തീരുമാനങ്ങൾ എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ബുദ്ധിപരമായി ഇനി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് മുന്നിൽ, അതായത് ഈ ഒരു തീരുമാനം എടുത്താൽ എന്തൊക്കെയാണ് എനിക്ക് നേരിടേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു കിങ് ഓഫ് സോർട്സിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ദൈവത്തിന് എന്താണ് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് എന്തോ ഒരു കാര്യം നിങ്ങൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ ഇവിടെ പിടിച്ചു നിർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. അത് നിങ്ങൾ ഇതുപോലെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് പിടിച്ചു നിർത്തണ്ട, അത് നിങ്ങൾ വിട്ടുകളയുക. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അവിടെ നിൽക്കും. അത് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യമാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് പോകേണ്ട ഒരു കാര്യമാണ് എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വിട്ടുകളയുക, അതായത് വിട്ടുകൊടുക്കുവാൻ ഈ ഒരു സമയത്ത് നിങ്ങൾ തയ്യാറാകുക എന്ന് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഓർക്കുക എന്ത് കാര്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ടൈറ്റായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ എന്ത് മെസ്സേജാണ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളതെന്ന്. ട്രാൻസ്ഫർമേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഡെത്ത് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു വലിയ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാലം നിങ്ങൾ മറ്റൊരു വ്യക്തിയായിരുന്നു, ഇനി നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ഈ ഒരു ഇപ്പോഴത്തെ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത്രയും കാലം മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ, അതായത് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം അത് മറ്റുള്ള വ്യക്തികൾ, ഒരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സലിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അത് മറ്റുള്ള വ്യക്തികൾ മുതലെടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനി അത് അവർക്ക് സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറാൻ പോകുന്ന ഒരു എനർജിയാണ് ഈ ഒരു ഡെത്ത് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. വലിയൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂണിവേഴ്സിറ്റി എന്താണ് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതെന്ന്. നമുക്കിവിടെ മെജീഷ്യൻ കിട്ടിയിട്ടുണ്ട്. അതായത്
ഒരുപാട് കാലം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിരാശ നിങ്ങൾക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശ നിങ്ങളെ ബാധിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്ത് കാര്യമാണോ നിങ്ങൾ മുൻപ് ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം ഇനി വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഒരു മാജിക് പോലെ സംഭവിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് യൂണിവേഴ്സ് വേഗം കേൾക്കുന്നതാണ്. എന്ത് മനസ്സിൽ ശക്തമായിട്ട് ആഗ്രഹിച്ചാലും ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേഗം നടന്നു കിട്ടുമെന്നാണ് ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു മെജീഷ്യൻ കാർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ നമുക്കിവിടെ ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും നിങ്ങളുടെ സോൾമേറ്റിനെ ഉടൻ തന്നെ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് നാളുകൾക്ക് മുൻപേ നിങ്ങൾ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടും ഏതോ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുവാൻ വരുന്ന ഒരു എനർജിയും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതെന്ന്. നമുക്കിവിടെ ഒരു ഡബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ചില ഇടങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കേണ്ടതായിട്ടുണ്ട്. ചില ആവശ്യമില്ലാത്ത ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ചില വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ എന്തൊക്കെ ഒരു ബന്ധത്തിലൊക്കെ ചെന്ന് ചാടി ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പുറത്തോട്ട് വരിക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആരെയൊക്കെ ഓർത്ത് വളരെയധികം മനസ്സിനെ വളരെയധികം ഇട്ട് വേദനിപ്പിക്കുന്ന ഒരു എനർജി, നിങ്ങളുടെ സോളിന് വളരെയധികം വേദന ഇത് ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങൾക്കൊരു വിലയും തരാതെ പോയ ചില വ്യക്തികളൊക്കെ ആയിരിക്കും. അവരെയൊക്കെ ഓർത്ത് നിങ്ങൾ വേദനിച്ചിരിക്കുന്നത്, അതായത് അവർ നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ സോളിന് വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നും അത്തരം ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പുറത്തു വരിക. അതായത് ഈ ആ ഒരു ചെയിൻ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരിക എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ആ ഒരു ചില ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ കുടുങ്ങി ഒരു ചങ്ങലയ്ക്കുള്ളിൽ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് നിങ്ങൾ പുറത്തു വരുവാനായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ സ്വയം ഈ ഒരു സമയത്ത് വേദനിച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട എന്നും ഈ ഒരു അവസ്ഥയിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ 7 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. പേഷ്യൻസ് അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി അത് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും അത് കിട്ടാത്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു മടുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരിക്കലും നിങ്ങൾ മടുത്തു പോകലും, ശരിയായ സ്ഥലത്ത് നിങ്ങൾ ഒരു വിത്ത് ഇട്ടിട്ടുണ്ട്, അതൊന്ന് വളർന്നു വരുവാനായിട്ട് കുറച്ചുകൂടി ഒരു ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ കൊടുക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് പേഷ്യൻസ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജ് ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.